നമസ്കാരം. ആഗോള വിപണിയിൽ സ്വർണ്ണവില അനുദിനം കുതിച്ചുയരുകയാണ്. അതുകൊണ്ട് തന്നെ സ്വർണം വിൽക്കാനും ലാഭം കൊയ്യാനുമായി ഉപഭോക്താക്കൾ ജ്വല്ലറികളിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാം. അതിനിടെ ഉപഭോക്താക്കൾക്കായി ഒരു സ്മാർട്ട് ഗോൾഡ് ATM അവതരിപ്പിച്ചിരിക്കുകയാണ് ചൈന. സ്വർണം ഉരുക്കി അരമണിക്കൂറിനുള്ളിൽ ഉപഭോക്താക്കൾക്ക് അതിന്റെ തുക കൈമാറുന്ന ATM ആണ് ഇത്. ഷാങ്ഹായ് മാളിൽ ആണ് ചൈന ഈ ഒരു നൂതന സ്വർണ്ണ ATM അവതരിപ്പിച്ചിരിക്കുന്നത്. സ്വർണ്ണ വസ്തുക്കൾ ഉരുക്കി അവയുടെ പരിശുദ്ധിയും ഭാരവും പരിശോധിച്ച 30 മിനിറ്റിനുള്ളിൽ ഉപയോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തുല്യമായ പണം കൈമാറുക എന്നതാണ് ഈ യന്ത്രത്തിന്റെ ജോലി. സ്വർണം പണമാക്കി മാറ്റുന്നതിനായി യാതൊരു രേഖയും ആവശ്യമില്ല എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഷെൻഷൻ ആസ്ഥാനമായുള്ള കിങ് ഹുഡ് ഗ്രൂപ്പ് വികസിപ്പിച്ചെടുത്ത ഈ യന്ത്രം സ്വർണത്തിന്റെ സാമ്പത്തിക ഓട്ടോമേഷന്റെ ഒരു പുതിയ യുഗത്തെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആഗോളതലത്തിൽ സ്വർണ്ണവില അതിവേഗം കുതിച്ചുയരുന്നതിനാൽ തന്നെ ATM പെട്ടെന്ന് തന്നെ വിജയമായി മാറിയിട്ടുണ്ട്. ഷോപ്പർമാരും നിവാസികളും തങ്ങളുടെ പാരമ്പര്യ ആഭരണങ്ങളും പഴയ സ്വർണവും പണമായി മാറ്റാൻ ഇപ്പോൾ ഒരുങ്ങുകയാണ്. ഡിമാൻഡ് വളരെ ഉയർന്നതിനാൽ തന്നെ മെയ് മാസം വരെയുള്ള ATMന്റെ അപ്പോയിന്റ്മെന്റ് സ്ലോട്ടുകൾ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ChinaTimes.com റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ നടന്ന ഒരു പ്രദർശനത്തിൽ ഗ്രാമിന് 785 യുവാൻ, അതായത് ഏകദേശം 9200 രൂപ എന്ന് കണക്കാക്കിയ 40 ഗ്രാം നെക്ലസിന് 36,000 യുവാനിൽ, അതായത് ഏകദേശം 4 ലക്ഷം രൂപയോളം പേയ്ഔട്ടാണ് ലഭിച്ചത്. കിങ്സ് ഹുഡിന്റെ സ്മാർട്ട് ATM ശൃംഖല ചൈനയിൽ ഉടനീളമുള്ള ഏകദേശം 100 നഗരങ്ങളിൽ വ്യാപിച്ച് കിടക്കുന്നുണ്ട്. ഷാങ്ഹായിൽ രണ്ടാമത്തെ മെഷീൻ സ്ഥാപിക്കാനുള്ള പദ്ധതിയും പുരോഗമിക്കുകയാണ് എന്നാണ് വിവരം. സ്വർണ്ണ വ്യാപാരത്തിൽ ഒരു ഹൈടെക് വഴിത്തിരിവായിരിക്കും ഗോൾഡ് ATM എന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഗോൾഡ് ATMകളുടെ പ്രവർത്തനം ഇനി എങ്ങനെയാണെന്ന് നോക്കാം. കുറഞ്ഞത് 50% പരിശുദ്ധിയുള്ള 3 ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള സ്വർണ്ണ വസ്തുക്കളാണ് ഈ മെഷീൻ സ്വീകരിക്കുക. തുടർന്ന് ഷാങ്ഹായ് വിനിമയ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ 30 മിനിറ്റിനുള്ളിൽ നേരിട്ട് ഒരു ബാങ്ക് അക്കൗണ്ടിലേക്ക് അവരുടെ മൂല്യം ഇത് നൽകുന്നുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ, നാണയങ്ങൾ അല്ലെങ്കിൽ 3 ഗ്രാമിൽ കൂടുതൽ ഭാരമുള്ള ബുള്ളിയൻ ഇങ്ങനെ കുറഞ്ഞത് 50% പരിശുദ്ധിയുള്ള സ്വർണ്ണ ഇനങ്ങൾ ആണ് സ്വീകരിക്കുന്നത്. 1200 ഡിഗ്രി സെൽഷ്യസിൽ സ്വർണം ഉരുക്കി ശുദ്ധതയ്ക്കും ഭാരത്തിനുമായി നൂതന സെൻസറുകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്യും. ഇത് ശേഷം ഷാങ്ഹായ് ഗോൾഡ് എക്സ്ചേഞ്ചിൽ നിന്നുള്ള തത്സമയ നിരക്കുകൾ ഉപയോഗിച്ച മൂല്യം കണക്കാക്കുന്നതായിരിക്കും. ഒരു ചെറിയ ഫീസ് കുറച്ച ശേഷം ഫണ്ടുകൾ നേരിട്ട് ഉപഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റുന്നതാണ്. ഈ മുഴുവൻ ഇടപാടും വെറും 30 മിനിറ്റിനുള്ളിൽ പൂർത്തിയാകുന്നതാണ്. അതേസമയം സ്വർണം വിൽക്കാനുള്ള ഒരു എളുപ്പ വഴിയായി മാത്രമല്ല ATM പ്രതിനിധീകരിക്കുന്നത് എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും കൂടുതൽ ആക്സസ് ചെയ്യാവുന്ന സാമ്പത്തിക പരിഹാരങ്ങൾ സൃഷ്ടിക്കുന്നതിനുമുള്ള ചൈനയുടെ വിശാലമായ മുന്നേറ്റത്തെയായിട്ടാണ് ഇതിനെ പ്രതിഫലിക്കുന്നത്. മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ജ്വല്ലറിയിൽ ഒരു സ്വർണ്ണവും കൊണ്ട് കയറുകയാണെങ്കിൽ പലയിടത്തും പല റേറ്റ് ആയിരിക്കും പറയുന്നത്. സ്വർണ്ണം വാങ്ങിയ കടയിൽ നിന്നാണെങ്കിൽ ഒരല്പം ഇളവ് കിട്ടുകയും മറ്റിടത്ത് തോന്നിയ പോലെയായിരിക്കും അവർ ചിലപ്പോൾ പണം നമുക്ക് നൽകുക. ഇവിടെ വരുമ്പോൾ ഏകീകൃതമായ ഒരു സംവിധാനമാണ് വരുന്നത്. അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ള ഒരു നിരക്കായിരിക്കും എല്ലാവർക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വിലപേശലിന്റെയോ അല്ലെങ്കിൽ മറ്റൊന്നിന്റെയോ തർക്കങ്ങളുടെയോ ആവശ്യമില്ല. മെഷീൻ കൃത്യമായ അതിന്റെ മൂല്യം നിർണ്ണയിച്ച് അതിന്റെ പണം നിങ്ങൾക്ക് തരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മെഷീൻ ഇന്ത്യയിലേക്ക് വൈകാതെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വർണം ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ മുൻപന്തിയിൽ തന്നെയാണ് ഇന്ത്യയുള്ളതും. മാത്രമല്ല, ഇത്തരത്തിൽ സ്വർണം കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ ഏറ്റവും കൂടുതൽ നടക്കുന്നതും ഇന്ത്യയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മെഷീൻ ഇന്ത്യയിൽ എത്തിയാൽ അതിന്റെ ഡിമാൻഡ് വലിയ രീതിയിൽ ഉയർന്നു തന്നെ നിൽക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.